ഹായ് ഫ്രണ്ട്സ്. മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ കറക്ഷൻ നേരിടുന്നത് 3 രീതിയിലാണ്. അതിൽ ഒന്നാമത്തെ കറക്ഷനാണ് പ്രൈസ് കറക്ഷൻ. പ്രൈസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ലാർജ് സ്കെയിലിൽ പ്രൈസ് കറക്റ്റ് ആവുക. അതായത് മാർക്കറ്റിനെ ബാധിക്കുന്ന രീതിയിൽ നിലവിൽ നടക്കുന്ന പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റും സെയിലും കുറയുന്ന രീതി. അതുമൂലം ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയുന്ന ആ രീതി. COVID-19 സമയത്ത് എല്ലാ കമ്പനികളുടെ ഷെയറുകളുടെ വിലയും ഇതുപോലെ കുറഞ്ഞിരുന്നു. അവിടെ കമ്പനി മോശമാകുന്നതല്ല കാരണം, ആ സമയത്ത് ഒട്ടുമിക്ക ബിസിനസ്സുകളും വർക്കാകില്ല എന്നതുകൊണ്ടാണ് ഈ പ്രശ്നം നേരിടുന്നത്. അതുപോലെ ഒരു രാജ്യത്ത് ഒരു യുദ്ധം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കാറ് ഇത്തരം നിർമ്മാണ കമ്പനികൾക്ക് ആ സമയത്ത് ഡിമാൻഡ് ഉണ്ടാകില്ല. പകരം സേഫ്റ്റി സാധനങ്ങൾക്കാണ് ആ സമയത്ത് കൂടുതൽ ബിസിനസ് ഉണ്ടാവുക. ഒരു രാജ്യത്ത് യുദ്ധം സംഭവിക്കുമ്പോൾ ലക്ഷറി ഐറ്റംസിന് സ്വാഭാവികമായിട്ട് അവിടെ ഡിമാൻഡ് ഇല്ലാതാകുന്നു. ആ കമ്പനിയുടെ മോശം കൊണ്ടല്ല, അവിടെ പൊതുവെ അതിൻ്റെ ബിസിനസ് ഇല്ല. ആ ഒരു കാരണം കൊണ്ട് അത്തരം കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ വലിയ രീതിയിൽ കറക്ഷൻ സംഭവിക്കുന്നു. ഇത്തരത്തിൽ കറക്ഷൻ നേരിടുമ്പോൾ അതിൻ്റെ മാക്സിമം ലെവലിലുള്ള കറക്ഷൻ നേടിയതിന് ശേഷം തിരിച്ച് ഒരു റിക്കവർ ആകുന്ന സമയത്ത് എൻട്രി എടുക്കുന്നതാണ് അത്തരം സ്റ്റോക്കുകളിൽ നല്ല രീതി. രണ്ടാമത്തെ ഒരു കറക്ഷൻ രീതി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി കറക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റലായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നെഗറ്റീവായിട്ട് വരുന്നതാണ് ഫണ്ടമെൻ്റൽ കറക്ഷൻ. അതായത് ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് ബിസിനസ് ചെയ്യാൻ അനുമതി ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ ഉള്ള അനുമതി നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ അത്തരം കമ്പനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടിൽ മാൽ പ്രാക്ടീസസ് നടത്തി എന്നുള്ള ഒരു ആരോപണം വരിക. അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള കോടതി വിധി കാര്യങ്ങൾ വരിക. അതുപോലെ അത്തരം കമ്പനികളുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മോശം പെർഫോമൻസ് ചെയ്തതിൻ്റെ പേരിൽ ആ ബിസിനസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികതയിൽ ഇത്തരം സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന ഒരു കറക്ഷനാണ് ഫണ്ടമെൻ്റൽ കറക്ഷൻ. ഇത്തരത്തിലുള്ളൊരു കറക്ഷൻ്റെ ഒരു ഉദാഹരണമായിരുന്നു പേടിഎമ്മിൻ്റെത്. ഇത്തരത്തിൽ പ്രൈസ് കറക്ഷനും ഫണ്ടമെൻ്റൽ കറക്ഷനും സംഭവിക്കുമ്പോൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് തന്നെ അത്തരം കറക്ഷനെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. മാത്രമല്ല അത്യാവശ്യം ജാഗ്രതയോട് കൂടിയിട്ട് അത്തരം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാനും പാടുള്ളൂ. മൂന്നാമത്തെ കറക്ഷനാണ് സെൻറ്റിമെൻ്റൽ കറക്ഷൻ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബജാജ് ഫൈനാൻസിൻ്റെ നിലവിൽ നടന്നിട്ടുള്ള കറക്ഷൻ. കോവിഡിൻ്റെ സമയത്ത് 4000 രൂപയോളം ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് പ്രൈസ് 2000 രൂപയിലേക്ക് 50% കറക്ഷൻ നടത്തി 2000 രൂപയിലേക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് കറക്ഷൻ നടത്തിയിട്ടുണ്ട്. തുടർന്ന് 2 വർഷം കൊണ്ട് 400% വളർച്ച ആ ബോട്ടം ലെവലിൽ നിന്ന് ഹൈ ആയിട്ടുള്ള 8000 സംതിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഹൈ പോയിട്ടുള്ള 8000 രൂപയിൽ വാങ്ങിച്ചവർക്ക് കഴിഞ്ഞ 2-2.5 വർഷത്തോളമായിട്ട് 0 റിട്ടേണാണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞൊരു 3-3.5 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇവരുടെ സെയിൽ കുറയുകയോ പ്രോഫിറ്റ് കുറയുകയോ ക്വാർട്ടർലി പ്രോഫിറ്റിൽ കുറയുകയോ ഏതെങ്കിലും രീതിയിൽ കമ്പനിയുടെ ഓപ്പറേഷനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കമ്പനി നന്നായിട്ട് അത് വർക്കാവുന്നുണ്ട്, പക്ഷേ റിട്ടേൺ ആയിട്ടൊന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. എത്രമാത്രം ഇത്തരം രീതിയിൽ ആ സ്റ്റോക്കിൽ കൺസിഡറേഷൻ ചെയ്യപ്പെടുന്നോ അത്രമാത്രം അധികമായിട്ട് ആ സ്റ്റോക്കിൻ്റെ വില മുകളിലോട്ട് പോകുന്നുള്ളതാണ്. ഇതെങ്ങനെ കണക്കാക്കി വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ പിക്കിലുള്ള ആ ചാർട്ടിൽ വരച്ചിട്ടുള്ള ഹൈയും അതുപോലെ അതിൻ്റെ ലോയും ഇതിനിടയിലുള്ള ആ പ്രൈസ് ആക്ഷൻ, അതായത് ലോ 5500 മുതൽ ഹൈ ആയിട്ടുള്ള 8000 വരെ, ഈ ഡിഫറൻസ് ഏകദേശം 2500 പോയിൻ്റ് ഡിഫറൻസ്. അതായത് 8000 മുതൽ 10000 വരെ അല്ലെങ്കിൽ 12000 വരെയൊക്കെ ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടാനുള്ള സാധ്യത ഉണ്ട്. അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പെർഫോമൻസ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് അത്തരത്തിലുള്ള ഒരു വളർച്ച ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. 4,16,600 കോടി രൂപയുടെ ക്യാപിറ്റലുള്ള ഈ കമ്പനിയിൽ പുതിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അനുഭവം കുറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത് ഈ സ്റ്റോക്ക് പ്രൈസാണ്. ഈ 6000-7000 രൂപയൊക്കെ വരുന്ന ഈ സ്റ്റോക്ക് പ്രൈസ് പൊതുവെ ആളുകൾ ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു പ്രൈസാണ്. പക്ഷേ FIIസും DIIസും വലിയ രീതിയിൽ അവർ സ്റ്റേക്ക് ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ സ്റ്റോക്കിലുള്ള ഫണ്ടമെൻ്റലുള്ള ശക്തി, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം
എത്രത്തോളം ഇത് ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു ഉയർച്ചയ്ക്ക് പോകുന്ന സമയത്ത് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ ഇത് എപ്പോൾ മുകളിലോട്ട് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാരണം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് വരുമ്പോഴും ഡിമാൻഡ് കൂടുമ്പോഴുമാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോവുക. കാലം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വരുന്ന SIP ആയിട്ടൊക്കെ വരുന്ന ഫണ്ടുകൾ ഇത്തരം ലാർജ് ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികതയിൽ ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിപ്പോകും. 55% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഈ കമ്പനിയിൽ 17%-ലധികം FIIs ഹോൾഡ് ചെയ്യുന്നുണ്ട്. 10% മ്യൂച്വൽ ഫണ്ട്സും 10%-ഓളം പബ്ലിക്കുമാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സെൻറ്റിമെൻ്റൽ കറക്ഷൻ വരുമ്പോൾ അത്തരം സ്റ്റോക്കുകളിൽ കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരിക്കും ആ ഒരു സമയത്ത്. ഇത്തരം സിനാരിയോയിൽ ഒരു ഇൻവെസ്റ്റർ ക്ഷമ പരമാവധി പരീക്ഷിക്കപ്പെടും. പലപ്പോഴും പ്രൈസ് താഴെ പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ വില കുറഞ്ഞു കിട്ടുമ്പോൾ വാങ്ങുക എന്നുള്ളതാണ് നല്ല രീതി. അതുപോലെ മാർക്കറ്റിൽ നല്ല കമ്പനിയുടെ സ്റ്റോക്ക് വില കുറച്ച് വാങ്ങിക്കുക എന്നുള്ള രീതി. ഈ സെൻറ്റിമെൻ്റൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ പരമാവധി അത് താഴോട്ട് വന്നിട്ട് അതിന് സപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് പോവുകയും തീർച്ചയായും പ്രോഫിറ്റ് എന്നുള്ള ഒരു ബെനിഫിറ്റ് വലിയ രീതിയിൽ സംഭവിക്കുകയും ചെയ്യും. ഇത്തരം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതതിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കാലം ക്ഷമയോടുകൂടി കാത്തിരുന്നതിൻ്റെ ഫലം ലഭിക്കുന്നത് ചെയ്യും. ഇനി ബജാജ് ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനാലിസിസിലേക്ക് വരാം. ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ടിലും നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഡിസംബർ ക്വാർട്ടറിൽ 3200 കോടിയോളം ലാഭം ഉണ്ടായിരുന്നത് ഈ ക്വാർട്ടറിൽ 3400 കോടി രൂപയുടെ ലാഭമായിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ക്വാർട്ടറിലും റവന്യൂ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 4 ക്വാർട്ടറിലും ക്വാർട്ടർ ബൈ ക്വാർട്ടർ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതുമുണ്ട്. ഈ കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സ് യാതൊരുവിധ സ്റ്റോക്കും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. ഈ കമ്പനിയുടെ 12 വർഷത്തെ PE റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 12 മാസത്തെ PE റേഷ്യോ വളരെ കുറവാണ്. ഒട്ടുമിക്ക അനലിസ്റ്റുകളും 20%-ഓളം കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ താമസിയാതെ ഒരു വളർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഇനി ഈ സ്റ്റോക്കിലുള്ള വീക്ക്നെസ് ആയിട്ട് വരുന്നത് 8192 എന്നുള്ള ഹൈയിൽ നിന്നും ഏകദേശം 30%-ഓളം കറക്ഷൻ നടത്തി പ്രൈസിലാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം പീരീഡിൽ RSI എന്നുള്ള ഇൻഡിക്കേറ്റർ വളരെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. പ്രൈസ് ചെറിയ രീതിയിൽ ഇനിയും കറക്ഷൻ വരാൻ സാധ്യതയാണ് ടെക്നിക്കലി ഉള്ള ഈ ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നത്. അതുപോലെ കമ്പനി കോർ ബിസിനസ് എന്നല്ലാതെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. കൂടാതെ പ്രൊമോട്ടേഴ്സ് ചെറിയ രീതിയിലുള്ള ഷെയർ ഹോൾഡിങ് കുറയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ഫൈനാൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡെപ്റ്റ് ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ പൊതുവെ ഫൈനാൻസ് കമ്പനികൾക്കൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ്. മറ്റൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായുള്ള പിട്രോസ്കി സ്കോർ കുറവായിട്ടാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ക്വാർട്ടറിൽ മ്യൂച്വൽ ഫണ്ട് ഫേംസ് ചെറിയ രീതിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ലാർജ് ക്യാപ്പ് കമ്പനികളിൽ വലിയ രീതിയിൽ കറക്ഷൻ നേരിട്ടിട്ടുള്ളതിൽ ഒരു 10 കമ്പനി എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണമായിട്ട് ബജാജ് ഫിനാൻസ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ രീതിയിലുള്ള കറക്ഷൻസൊക്കെ ഒരു സെൻറ്റിമെൻ്റൽ കറക്ഷനായിട്ടും ആണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ പ്രൈസ് ആക്ഷൻ അതിൻ്റെ ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. താങ്ക് യു.